ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിത്ത് പാത്തൂസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ്. കഴിഞ്ഞോട്ട് ഞങ്ങൾ ഒരു ചാലഞ്ച് കൊണ്ടുവന്നതാണ്, വാട്ടർ ഫില്ലിംഗ് ചാലഞ്ച്. അപ്പൊ ഇത്തവണത്തെ ഞങ്ങളുടെ ചാലഞ്ച് എന്ന് വെച്ചാൽ അതെ അപ്പൊ ലെമൺ ഈറ്റിംഗ് ചാലഞ്ച് ആണ്. അതിൽ എക്സ്പ്രഷൻ വരുവാണെങ്കിൽ തോറ്റു പോകും. അതെ, തോറ്റു പോകുന്ന ആള് കഴിക്കുന്നതാണ് മുളക് പൊടി. ഇതിലിപ്പോ 6 നാരങ്ങ ഞാൻ ഒരാൾ 3 എണ്ണം വെച്ച് കഴിക്കണം. ഒരു നാരങ്ങ ചീത്തി 6 നാരങ്ങ വെച്ച് കണക്ക്. ഒരു നാരങ്ങ ചീത്തയായി പോയത് കാരണം ഞാൻ 5 എണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണം ഞാൻ ഹാഫ് ആക്കി ഞാൻ എടുക്കും. അപ്പൊ ഇതില് ചാലഞ്ച് മനസ്സിലായാലോ, എക്സ്പ്രഷൻ ഇടാണ്ട് കഴിക്കണം. അപ്പൊ എങ്ങനെ തോന്നാം? അപ്പൊ ഇച്ച ആയിരിക്കും തോക്കുന്നത്. നമുക്ക് ചാലഞ്ചിലോട്ട് കിടക്കാം. ആദ്യമായി നമ്മുടെ നാരങ്ങ കഴിക്കാൻ പോകുന്നത് നമ്മുടെ പാത്തുവാണ്. എക്സ്പ്രഷൻ ഇട്ട് കഴിക്കുക. എനിക്ക് നാരങ്ങ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എക്സ്പ്രഷൻ ഇടത്തില്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നാരങ്ങ എന്നത്തെ പോലത്തെ നാരങ്ങ അല്ലായിരുന്നു, നല്ല പച്ചക്കറുള്ള നാരങ്ങയായിരുന്നു. അത്യാവശ്യം നല്ല പുളിയുള്ള നാരങ്ങ തരുന്നത്. എന്നാലും ഞാൻ കഴിക്കുവാണ്. തുടങ്ങിയാലോ? നമുക്ക് ആ വലിയ നാരങ്ങന്റെ പാത്തൂര് കൊടുക്കാം. വളരെ വലുത് ഇതാണ്. ഞാൻ എടുത്തോളായിരുന്നു. അങ്ങനെ കഴിക്കാം. അപ്പൊ ഞാൻ കഴിക്കാൻ പോകണം. എക്സ്പ്രഷൻ കഴിക്കണം. ചിരിപ്പിക്കല്ലേ? കഴിക്കാൻ പോണേ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കളിയാണ് ഒതുക്കത്തി. ഫസ്റ്റ് ഞാൻ മൊത്തം എന്റെ മൊത്തം എക്സ്പ്രഷൻ ആയി നിൽക്കണം. നീ ഒന്ന് കഴിച്ചു. ഫസ്റ്റ് നാരങ്ങ കഴിച്ച് ഒരെണ്ണം കൊണ്ട് ആരെല്ലാം കഴിക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ നാരങ്ങയോട് കിടക്കുവാണ്. അല്ല, അത് നിനക്കാ. ഞാൻ ഒരെണ്ണം അങ്ങനെ ഒരെണ്ണം കഴിച്ചു. തുറന്നെടുക്കുവാണ്. അടുത്ത നാരങ്ങ എടുക്കുവാണ്. ചിരിപ്പിക്കല്ലേ? മുളക് പൊടിക്കാൻ ഞാൻ കഴിക്കും കേട്ടോ. അതിന്റെ എക്സ്പ്രഷൻ കൊണ്ടാണ് ഞാൻ തരും. ഞാൻ എക്സ്പ്രഷൻ ഇടും, ഉറപ്പത്. ഇങ്ങനെ കണ്ടിട്ട് എക്സ്പ്രഷൻ ഇടാൻ തോന്നുന്നു. അപ്പൊ ഇന്ന് നിന്റെ നാളെ അപ്പൊ കഴിക്കാറേ. ഞാൻ എക്സ്പ്രഷൻ ആണ് കഴിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കി നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഞാനാണ് കഴിക്കാൻ പോകുന്നത്. ഇച്ചയാണ് നീ കഴിക്കാൻ പോകുന്നത്. ഞാൻ തരാം. ഞാനാണ് കൊടുക്കുന്നത്. ഐശ്വര്യമായിട്ട് വലുതാല് എക്സ്പ്രഷൻ വരല്ലേ കേട്ടോ. എക്സ്പ്രഷൻ വരല്ലേ. ഓക്കെ, ഇല്ല കഴിച്ചോ. വായിക്കത്ത് ഫുള്ളിരുന്നു. വേണ്ട, വായിക്കത്തില്ല. ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. അയ്യോ, ചുണ്ട് തീർന്നോ? ലാസ്റ്റ് നാരങ്ങയാണ്. ഇച്ച കഴിക്കുമെന്ന് നോക്കാം. തീരുമാനമായി. അവൻ തന്നെ തോറ്റി. അതിൽ ഏറ്റവും ചെറിയ നാരങ്ങയായിരുന്നു അത്. അപ്പൊ ഗൈസ്, എന്തുമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത്. അപ്പൊ അവൻ തോറ്റി. അപ്പം അവനുള്ള സമ്മാനം മുളക് പൊടി. അപ്പം മുളക് പൊടി എങ്ങനെയാ? അല്ല, മുളക് പൊടി ഇങ്ങനെ എടുക്കാം, വായിലിടാം. മുളക് പൊടി എടുക്കാം,
അത്രയൊന്നുമല്ല, ഇത്തിരി എടുക്കണം. വായിൽ എടുക്കെടുക്ക് എടുക്കാം. ചവയില്. നമ്മളോട് എനിക്ക് ഇഷ്ടം കഴിക്കുന്നോണ്ട് പറയൂല, ഭയങ്കര ഇഷ്ടം. അതിനെടുത്തിട്ടില്ല. എടുത്ത് എനിക്ക് ഇഷ്ടമാണ്. വെള്ളം വല്ല മേടിച്ചിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമാണല്ലേ ഗൈസ് ഇവൻ പറഞ്ഞത്. അപ്പം അത് ഈ മുളക് പൊടിയല്ല, അത് വേറെ മുളക് പൊടിയാ. അതിപ്പോ നാരങ്ങ കഴിച്ചല്ലേ, അപ്പൊ മുളക് പൊടി ആകുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. നാരങ്ങ മുക്കില്ലേ കഴിക്കണം. റൂൾസ് പ്രകാരം അത് കഴിക്കണം. ഞാൻ തോറ്റില്ല. റെഡി 1 2 3. മുളക് കഴിക്കണ്ട, കഴിക്കണ്ട. കാന്താരി മതി. കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് ഞാനില്ല ഇത്ത തോറ്റ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് അല്ല ഞാൻ കറക്റ്റ്. അപ്പൊ ഗൈസ് ഇച്ച മുളക് പൊടി തരവില്ലെന്ന് പറഞ്ഞ ഇപ്പൊ നല്ല എരിവുണ്ട്. അപ്പം ഇന്നത്തെ ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കാണ്. അപ്പൊ നമ്മള് തോറ്റത് ഇച്ചായും അല്ല എനിക്കൊന്നും ഇല്ല ചേച്ചീന്. എനിക്ക് വേണ്ട. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ മുളക് പൊടിക്ക് തിരിച്ച് മുളക് പൊടി കഴിപ്പിച്ചിരിക്കും എന്റെ പേര്. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇവിടെ കഴിയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ അപ്പൊ അവൻ പറഞ്ഞ പോലെ എന്നൊക്കെ ചെയ്യാം. അപ്പൊ ഇനിയും ഞങ്ങള് നല്ല നല്ല ചാലഞ്ചസും കുറെ വ്ലോഗുകളും കുറെ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്ക് കണ്ടുവേണമെങ്കിൽ ഓരോ വീഡിയോ ഇമ്പ്രൂവ് ആയി വരാൻ വേണ്ടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് ഞങ്ങള് നൈറ്റ് ഒരു ചാലഞ്ച് എടുക്കാന്ന് ഓർത്തൊരു വെറൈറ്റി അതുകൊണ്ടാണ് എടുത്തത്. അപ്പൊ നെക്സ്റ്റ് ഇനി നമ്മളൊരു വ്ലോഗിൽ വരുന്നതാണ്. അപ്പോ ഇന്നത്തെ ചാലഞ്ച് കഴിഞ്ഞു. അപ്പോ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.